മറിയം എന്ന് പറയുന്നത് അതാണ്. ഉമ്മുൽ കിതാബാണ്, ഉമ്മുൽ കിതാബാണ്. എന്തുകൊണ്ട് മൂസക്ക് ആ ഉമ്മയിൽ നിന്ന് മാത്രം പാല് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള അറിവുകളൊക്കെ ഊഹങ്ങളാണ്. ബാക്കിയുള്ള ഉമ്മാര് കൊടുക്കണ പാലൊക്കെ ഊഹങ്ങളാണ്, ധാരണകളാണ്, അന്ധവിശ്വാസങ്ങളാണ്. ശരിയായ അറിവ് ഈ ഉമ്മുൽ കിതാബിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് അതിൽ നിന്ന് മാത്രം റളാഅത്ത്, അറിവിന്റെ ഫീഡിങ്, അറിവിന്റെ പാല് അവിടെ നിന്നും മാത്രം കുടിച്ചാൽ മതി എന്ന് പറയുന്നത്. അതാണ് വൽ വാലിദാത്തു യുർലിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി. മാതാക്കൾ തന്റെ മക്കൾക്ക് 2 കൊല്ലം പൂർണ്ണമായിട്ടും പാല് കൊടുക്കണം. വൽ വാലിദാത്തു യുർലിഅന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി. വെറുപ്പ എഴുതിക്കണ അങ്ങനെയാണ് അല്ലേ? ഇപ്പൊ എഴുതിക്കണ അങ്ങനെയല്ലേ? ഉമ്മമാര് പൂർണ്ണമായിട്ടും 2 വർഷം തങ്ങളുടെ കുട്ടികൾക്ക് പാല് കൊടുക്കണം. ബാക്കി ഒന്നും കൊടുക്കണ്ടേ? 2 വർഷം പാല് മാത്രം കൊടുക്കുക, തോട്ടിലേക്ക് ഇടുക. പാല് കൊടുക്കാൻ മുറ്റത്തേക്ക് ഇടുക രാവിലെ ഓഫീസിൽ പോകുമ്പോൾ. ബാക്കി എന്തൊക്കെ കൊടുക്കണം ഒരു കുട്ടിക്ക്? എന്തൊക്കെ കൊടുക്കണോ? അതിപ്പോ നിങ്ങള് കുട്ടികളെ വളർത്തിയ ആളുകളാണ് ഇവിടെ ഉള്ള ആളുകളിൽ 70-80% ആളുകൾ. 90 പറയാം. പെണ്ണിട്ട മക്കളില്ലാത്തവരിൽ കുറച്ച് ആൾക്കാരുള്ളൂ. ഒരു മക്കൾക്ക് എന്തൊക്കെ കൊടുക്കണം അതൊക്കെ ഇതിൽ പറയാൻ പറ്റുമോ? ലാക്ടോജനാ കൊടുക്കേണ്ടത്, ആട്ടും പാലാ കൊടുക്കേണ്ടത്, പശുവും പാലാ കൊടുക്കേണ്ടത്. ഉമ്മ എന്തൊക്കെ കൊടുക്കണം? പാലിനേക്കാൾ കൂടുതൽ എന്തൊക്കെ കൊടുക്കണം? സംരക്ഷണം കൊടുക്കണ്ടേ? താരാട്ട് പാടണ്ടേ? താലോലിക്കണ്ടേ? സ്നേഹിക്കണ്ടേ? അവർക്ക് കാവലിരിക്കണ്ടേ? അവരെ മലമൂത്ര വിസർജനം നോക്കണ്ടേ? 100,000 കാര്യങ്ങളില്ലേ? അത് മാത്രം പറയാൻ ഒരു ബുക്ക് എഴുതണ്ടേ? അത് മാത്രം പറയാൻ ഒരു ബുക്ക് എഴുതിയാൽ തീരുവോ? ഗ്രന്ഥങ്ങൾ ഈ പറയുന്നത് അതല്ല. ഔലാദ് എന്ന് പറഞ്ഞാൽ ഇവനിൽ നിന്ന് ജന്മമെടുക്കുന്ന ചിന്തകളാണ്. ഒരു മനുഷ്യനിലെ ഔലാദ് എന്ന് പറയുന്നത് അവനിലെ ചിന്തകളാണ്, അവനിൽ നിന്ന് ജന്മമെടുക്കുന്ന ചിന്തകളാണ്. അതാണ് ഔലാദ്. അവനിൽ നിന്ന് വലതാന്ന് പറഞ്ഞാൽ ജനിക്കുക. അവനിൽ നിന്ന് ജന്മമെടുക്കുന്ന ചിന്തകളാണ് നമ്മുടെ ഔലാദ്. നമ്മിൽ നിന്ന് ജന്മമെടുക്കുന്ന ചിന്തകളാണ് നമ്മുടെ ഔലാദ്. അതാണ് ലാ തഖ്തുലു ഔലാദക്കും എന്ന് പറയുന്നത്. നിങ്ങളെ കുട്ടികളെ കൊല്ലരുത് എന്ന് പറഞ്ഞതാണ്. നിങ്ങളുടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ചിന്തയെ നിങ്ങളിൽ നിന്ന് വേറിട്ടരുത്, വേർപിരിച്ചു കളയരുത് നിങ്ങൾ. അത് ലോകത്തിനും നിങ്ങൾക്കും നാശാണത്. അല്ലാതെ കുട്ടികളെ കൊല്ലരുത് എന്നല്ല. ഖശിയത്തെ ഇംലാക്കിൻ, ദാരിദ്ര്യം ഭയന്ന് കുട്ടികളെ കൊല്ലരുത് എന്നല്ല. ദാരിദ്ര്യം ഭയന്നിട്ട് അല്ലാതെ കൊല്ലാൻ പറ്റുമോ? ദാരിദ്ര്യം ഭയന്നിട്ടൊന്നുമല്ല, വേറെ എന്തൊക്കെയോ പേടിയോണ്ട് കുട്ടികളെ കൊല്ലാൻ പറ്റുമോ? എന്തായി പറയുന്നു? അങ്ങനെ ഒരു ഷർത്ത് തന്നെ വെക്കാൻ പറ്റുമോ? ദാരിദ്ര്യം ഭയന്ന് നിങ്ങൾ കുട്ടികളെ കൊല്ലരുത്, അങ്ങനെ ഒരു നിബന്ധന വെക്കാൻ പറ്റുമോ? കുട്ടികളെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ പോരെ, ഒരു കാരണവശാലും നിങ്ങളുടെ മക്കളെ കൊല്ലരുത്. അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ദാരിദ്ര്യത്തെ ഭയന്ന് കൊല്ലരുത് എന്ന് പറഞ്ഞാല് ബാക്കിയുള്ള കാരണങ്ങൾ കൊണ്ട് കൊല്ലാൻ പറ്റുന്ന അതിന്റെ അർത്ഥം അതൊന്നുമല്ല. നിങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന ചിന്തകളെ നിങ്ങളിൽ നിന്ന് കത്തൽ വേർപെടുത്തരുത്, കത്തൽ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ കത്തൽ ചെയ്യുക. കത്തൽ ചെയ്യാന്ന് പറഞ്ഞാൽ കത്തൽ ചെയ്യുക, ഫസൽ ചെയ്യുക, വേർപെടുത്തുക. ആ ചിന്തകൾ വളർന്നു വരട്ടെ. ചിലപ്പോ ആ ചിന്തകൾക്ക് ഉത്തരം കണ്ടെത്താൻ ഇപ്പൊ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെന്ന് വരാം. അതാണ് ഖശിയത്തെ ഇംലാക്ക്. പക്ഷെ പിന്നീട് ആ ചിന്തകൾക്ക് നിങ്ങൾക്ക് പിന്നീടെങ്കിലും ഉത്തരം കണ്ടെത്താം. പുതിയ പുതിയ ചിന്തകൾ നമ്മളിൽ നിന്ന് ജന്മമെടുക്കുകയാണ്. പക്ഷെ ഇപ്പൊ നമുക്കതിന് ഉത്തരം കണ്ടെത്താൻ മാത്രമുള്ള ആയുധം, കലമ് നമ്മുടെ കയ്യിലില്ല. ആയുധം നമ്മുടെ കയ്യിലില്ല. അതിനു വേണ്ട ഉപകരണങ്ങൾ നമ്മുടെ കയ്യിലില്ല. അത് വിചാരിച്ച് നിങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന ചിന്തകളെ നിങ്ങൾ നശിപ്പിച്ചു കളയരുത്. അതാണ് ലാ തഖ്തുലു ഔലാദക്കും ഖശിയത്ത ഇംലാക്ക് എന്ന് പറഞ്ഞാൽ. അതാണ് ഔലാദ്.